ഭഗവാൻ ശ്രീകൃഷ്ണന് കുചേലൻ എങ്ങനെയായിരുന്നോ അതുപോലെയായിരുന്നു ഗുരുവായൂരപ്പന് പൂന്താനം. വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ജനിച്ച പുത്രൻ്റെ പെട്ടെന്നുള്ള മരണം താങ്ങാനാവാത്ത ദുഃഖത്താൽ അദ്ദേഹം എഴുതി, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഇത്രയും ഭഗവത് ഭക്തി ആർക്കാണ് ഉണ്ടാവുക? പുത്രദുഃഖത്താൽ അദ്ദേഹത്തിൽ നിന്നും പുറത്തേക്ക് വന്ന വരികളാണ് വേദാന്ത തത്വങ്ങൾ വളരെ ലളിതമായി പ്രതിപാദിച്ചിരിക്കുന്ന മലയാളത്തിലെ ഉപനിഷത്ത് എന്നറിയപ്പെടുന്ന ജ്ഞാനപ്പാന. ഗുരുവായൂരപ്പൻ്റെ കഥകളിൽ പൂന്താനം ഒരു നിറസാന്നിധ്യമാണ്. ഒരിക്കൽ പൂന്താനം ഭക്ഷണം കഴിക്കാനായി ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിരുന്നു. ഒരു മഹാപണ്ഡിതൻ വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നും എഴുന്നേറ്റ് പോകണം എന്ന് പറഞ്ഞ് ക്ഷേത്രാധികാരി പൂന്താനത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പൂന്താനം ദുഃഖിതനായി അവിടെ നിന്നും എഴുന്നേറ്റ് പോന്നു. അപ്പോൾ ശ്രീകോവിലിൽ നിന്നും ഒരു അശരീരി കേട്ടു, പൂന്താനം, അങ്ങേക്ക് വയസ്സായില്ലേ, ഇത്തരക്കാരുടെ കൂടെ ഇനി താമസിക്കേണ്ട, ഇനി ഗുരുവായൂർക്ക് വരികയും വേണ്ട, പൂന്താനത്തെ കാണാൻ ഞാൻ ഇല്ലത്തെത്തിക്കൊള്ളാം. അന്ന് ഇല്ലത്തേക്ക് മടങ്ങിയ പൂന്താനം പിന്നീട് ഗുരുവായൂർക്ക് പോയിട്ടില്ല. കുംഭമാസത്തിലെ അശ്വതി നാൾ പൂന്താനം ദിനമായി ആഘോഷിക്കുന്ന ഇന്ന് കവിതയുടെ പൂന്തേനായ ആ ഭക്തകവിയെ ആദരവോടെ സ്മരിക്കുന്നു.